ഹലോ കുട്ട വെയില്. ഹലോ വേറൊരു കുട്ട ഹലോ കാണിച്ചോളൂ. നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവേണം. ഇറങ്ങൂല്ല, എൻ്റെ പല്ലാശുപത്രി വരെ ഒന്ന് പോകണം. എൻ്റെ ഈ പല്ലിൻ്റെ അടിയിലത്തെ കമ്പി ഉണ്ട്, അതൊന്ന് ഇളക്കണം, റിമൂവ് ചെയ്യണം. പിന്നെ റിക്കുട്ടൻ്റെ ഈ മുടിയും കൂടെ ഒന്ന് വെട്ടണം. രണ്ടുപേർക്കും വെട്ടണം. അപ്പം അങ്ങോട്ട് പോവാം. ഭയങ്കര വെയിലാണ്. ചന്ദ്രനിലേക്കുള്ള യാത്ര. ചന്ദ്രൻ ഞങ്ങളുടെ ഇവിടെ നഗരൂരുള്ള സ്മൈൽ ക്രാഫ്റ്റിലാണ് ഞാൻ ഈ ഓർത്തോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തത്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഉച്ചയ്ക്കായതുകൊണ്ട് ആരും ഇല്ലായിരുന്നു. വൈകിട്ടാണല്ലോ ഓർത്തോ അപ്പോയിൻമെൻറ്റ്. ആ ടൈമിനൊക്കെയാണ് വരുന്നെങ്കിൽ നല്ല ആളായിരിക്കും. അങ്ങനെ പല്ലിലെ കമ്പിയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ നേരെ ഋതുക്കുട്ടൻ്റെ മുടി വെട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഈ ഒരു ബ്ലഡ് വരുന്നത് കൊണ്ട് ഒരു ടൂത്ത് പേസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നേരെ ചാത്തമ്പറയാണ് കേട്ടോ. ഈ സലൂണിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അണ്ണനൊക്കെ എവിടെ നിന്നാണ് സ്ഥിരം മുടി വെട്ടുന്നത്, അതുകൊണ്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഋതുക്കുട്ടന് അണ്ണൻ തന്നെയാണ് കേട്ടോ മുടിയൊക്കെ വെട്ടി കൊടുക്കുന്നത്. സ്ഥിരം അവൻ അണ്ണനാണ് വെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാനാണ് കേട്ടോ പറഞ്ഞത് ഇനി നമുക്ക് പുറത്ത് കൊണ്ടുപോയി വെട്ടിക്കാന്ന്. അങ്ങനെയാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ മുടിയൊക്കെ വെട്ടിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഋതുക്കുട്ടൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ? ഇഷ്ടമായോ? എന്തായാലും കമൻറ്റ് ഇടണം കേട്ടോ. അവരെടുക്കുന്നു ഋതുക്കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കണ വേറൊന്നുമില്ല. നമ്മൾ അത്തിപ്പഴ ഷേക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ ഭയങ്കര കുരുത്തക്കേട്. അങ്ങനെ അണ്ണൻ വഴക്ക് പറഞ്ഞതുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരച്ചിലൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പപ്സ് എത്തി. അങ്ങനെ പപ്സൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഷേക്കും വന്നു. ഈ ചൂടത്ത് ഈ ഷേക്ക് കുടിക്കുന്നത് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് മുന്നോട്ടേക്ക് കഴിക്കാനൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് ടാറ്റാ.